പെൺകുട്ടികളിൽ 10 വയസ്സിന്റെ 12 വയസ്സിന്റെ ഒക്കെ ഇടയിൽ ഒരു 10-11 വയസ്സാകുമ്പോഴത്തേക്കും മെൻസസ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് നമ്മൾ മെനാർക്കി എന്ന് പറയും. അങ്ങനെ മെനാർക്കി ഉണ്ടാവുന്നത് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ 10 വയസ്സ് ഒരു 11 വയസ്സാകുമ്പോൾ തന്നെ മെൻസസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാസങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ചില മാസങ്ങളിൽ ഒരു മാസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ മെൻസസ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ പല ക്രമക്കേടുകളായിട്ട് കുട്ടികളിൽ കാണപ്പെടാറുണ്ട്. ഇത് ഈ കുട്ടികൾക്കും അതുപോലെ തന്നെ പാരൻസിനും ഒരു വലിയ കൺസേണോട് കൂടി അവർ ക്ലിനിക്കുകളിൽ വന്നിട്ട് കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, നമുക്ക് മെൻസസ് ഉണ്ടാവുന്നത് നമ്മൾ ഓവറീസ് അല്ലെങ്കിൽ അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് നമ്മൾ യൂട്രസിൽ ആക്ട് ചെയ്യുമ്പോൾ യൂട്രസിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് മൂലമാണ് മെൻസസ് ഉണ്ടാവുന്നത്. ഈ ഓവറീസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടാവുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും, നമ്മളെ ബ്രെയിനിലുള്ള ഒരു അവയവം. ഈ അവയവത്തിൽ നിന്ന് വരുന്ന ഹോർമോൺസിന്റെ കൺട്രോളിലാണ് ഓവറീസ് പ്രവർത്തിക്കുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നത് നമ്മളെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിൽ തന്നെയുള്ള വേറൊരു അവയവം. ഈ അവയവത്തിൽ നിന്ന് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഹോർമോൺസ് പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോൺസ് ഓവറീസ് ആക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് മെൻസസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അപ്പൊ ഈ കുട്ടികളിൽ ഒരു 10 വയസ്സിന്റെയും 12 വയസ്സിന്റെയും ഇടയിൽ ഈ ഒരു ഹോർമോൺസിന്റെ കോർഡിനേഷൻ, ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസിന്റെ കോർഡിനേഷൻ ആയിട്ടുള്ള പ്രവർത്തനം ഫുള്ളി മെച്ചുവർ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഒരു പൂർണ്ണമായിട്ട് അവർ മെച്ചുവർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മിക്കവാറും കുട്ടികളിൽ ഇങ്ങനെ ആർത്തവക്രമക്കേടുകളായിട്ട് കാണപ്പെടുന്നത്. അപ്പം ഇത് നമ്മൾ വലിയ കൺസേൺ എടുക്കേണ്ട കാര്യമില്ല. അവര് കുറച്ച് പ്രായം ചെല്ലുമ്പോൾ ഒരു 10-14-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് സ്വയം തന്നെ മെച്ചുവർ ആവുകയും ഈ ഹോർമോൺ ക്രമക്കേടുകളൊക്കെ നോർമൽ ആവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളിത് എപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ടത് അല്ലെങ്കിൽ സീരിയസ് ആയി എടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളിൽ അമിത രക്തസ്രാവം ഉണ്ടായിട്ട് കുട്ടികൾക്ക് രക്തക്കുറവ് ഉണ്ടാവുക, ക്ഷീണം, വിളർച്ച, പഠിക്കാനുള്ള ഉത്സാഹക്കുറവ്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു 15 അല്ലെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞിട്ടും ഇത് ഒരു നോർമൽ ആവുന്നില്ല എങ്കിൽ, കൃത്യമായി വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞിട്ടും തീരെ മെൻസസ് ആവുന്നില്ല എങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് കൺസേൺഡ് ആയി അല്ലെങ്കിൽ ഇതിനൊരു വലിയ കംപ്ലൈന്റ് ആയി കാണേണ്ടതുള്ളൂ. അല്ലാത്ത രീതിയിലാണെങ്കിൽ അത് സ്വയം തന്നെ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് സ്വയം തന്നെ ഈ ഹോർമോൺസ് ഒക്കെ റെഗുലേറ്റ് ആവുകയും ആ സൈക്കിൾ കറക്റ്റ് ആവുകയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.